യാതൊരു മാനദണ്ഡവും ഉണ്ടായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലത്താണ് കരമാറ്റങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡം. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം ന്യൂനതകൾ ഏതാണെന്ന് നോക്കി രാഷ്ട്രീയ പരിഗണന വെച്ച് സ്ഥലമാറ്റം നടത്തിയിട്ടാണ് ഈ സ്ഥലമാറ്റം ഗവൺമെന്റിന്റെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്നത്. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സുതാര്യമാണ്. സംഘടനവും സ്ഥലമാറ്റേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഗവൺമെന്റ് എടുക്കുന്ന പല തീരുമാനങ്ങളും നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ മൂടിവെക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളെയും സ്വന്തക്കാരെയും വിവിധ പോസ്റ്റുകളിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ സമീപ ദിവസങ്ങളിൽ ഇറക്കിയിട്ടുള്ളത്. എല്ലാ വകുപ്പുകളിലും വ്യാപകമായ സ്ഥലമാറ്റമാണ് ചിലർ വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും എല്ലാം വലിയ തോതിലുള്ള സ്ഥലമാറ്റം നടന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓഫീസുകളിൽ സ്ഥലമാറ്റത്തിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരനെയാണ് ആദ്യം സ്ഥലം മാറ്റിയതായിട്ട് കാണുന്നത്. ഇത് ആ പോസ്റ്റിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് അവിഹിതമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥലം മാറ്റങ്ങൾ നടത്തുന്നത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ രീതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തി ഗവൺമെന്റ് എടുക്കുന്ന പല തീരുമാനങ്ങളിലുമുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റങ്ങൾ നടത്തുന്നത്. സ്ഥലമാറ്റത്തിന് വേണ്ടി പല ആളുകളും ഇടനിലക്കാരായി പ്രവർത്തനമായിരുന്നു. ഇത് ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യേകത. ഭരണരംഗത്ത് അരാജകത്വം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി മന്ത്രിസഭ രൂപീകരണത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുമ്പ് ഒരു കാലത്തും ഇല്ലാത്തത് മന്ത്രിമാരുടെ വകുപ്പുകൾ തദ്ദേശ ഭരണ വകുപ്പ് മുമ്പ് ഒരു മന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പാണ്. അതാവ് പാലോട് പോകുന്നത്. ഇന്ന് ആ വകുപ്പ് 3 മന്ത്രിമാരാണ്. പഞ്ചായത്ത് മുനീറുടെ വകുപ്പ്, മുനിസിപ്പാലിറ്റി കുഞ്ഞാലിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് AC ജോസഫ്. അങ്ങനെ 3 ആളാണ് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സാംസ്കാരിക വകുപ്പ് 3 ആണ്. ഒരാൾക്ക് സിനിമ, വേറൊരാൾക്ക് നാടകം, വേറൊരാൾക്ക് സംഗീതം. അങ്ങനെ സാംസ്കാരിക വകുപ്പിന് 3 മന്ത്രിമാർ കേരളത്തിന്റെ ചരിത്രത്തിൽ മാധ്യമങ്ങൾ. എനിവൽ ഹസ്ബൻഡറിക്ക് 1 മന്ത്രി, ക്രിസ്മസ് വേറെ മന്ത്രി, ആട്ടിന് 1 മന്ത്രി, ആട്ടുംപാലിന് വേറെ മന്ത്രി, കോഴിക്ക് 1 മന്ത്രി, കോഴി മുട്ടക്ക് വേറെ മന്ത്രി. ഇങ്ങനെ വകുപ്പുകളും നടത്തിയൊരു കാലഘട്ടം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഈ ഭരണത്തിന്റെ നിയന്ത്രണം ഇതിലെ ആളുകൾ ഏറ്റെടുത്തോടുകൂടി ഒറ്റ MLA-മാരുടെ കക്ഷികൾ അവർക്ക് ചോദിക്കുന്ന വകുപ്പുകൾ കൊടുക്കാനാണ് മന്ത്രിസഭയുടെ വകുപ്പുകൾ തീരുമാനിച്ചു കൊടുത്തതിന് ശേഷവും വീണ്ടും വകുപ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം പത്രത്തിൽ നോക്കുമ്പോഴുള്ള മന്ത്രിയല്ല വിദ്യാഭ്യാസ പത്രത്തിൽ നോക്കുമ്പോൾ കാണുന്നത്. നിവേദനം നൽകാൻ വരുന്നവർ ഇവിടെ എത്തുമ്പോഴാണ് മന്ത്രി മാറി എന്ന വിവരമാണ്. ഇങ്ങനെയുള്ള ഒരു അരാജകത്വം ഭരണരംഗത്ത് ഉണ്ടാക്കിയതാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ഗുരുതരമായ
ഈ സർക്കാരിന് ഈ കേരളത്തിന്റെ പൊതുകാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല. അവർക്ക് സ്ഥലം മാറ്റത്തിന് മാത്രമേ താല്പര്യമുള്ളൂ എന്നതാണ് ഒരു മാസക്കാലത്തെ ഭരണാനുഭവം തെളിയിച്ചു. ചുരുങ്ങിയ ഭൂരിപക്ഷം മാത്രമുള്ള ഒരു മണ്ഡലം 3 MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമേ ഈ ഗവൺമെന്റ്. അസംബ്ലിയൊക്കെ നടക്കുമ്പോൾ MLA-മാരുടെ ബലാത്സംഗം മാത്രമേ MLA-മാരെ UDF MLA-മാരെ ഒക്കെ സ്പേസ് ലോക്കർ ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കാൻ കൊണ്ടുപോയിട്ട് ഞാൻ ആലോചിക്കുന്നത് UDF-ലെ 3 MLA-മാർക്ക് അസംബ്ലി നടക്കുമ്പോൾ ഒന്നിച്ച് വയറിളക്കം വന്നു. ഉമ്മൻചാണ്ടിയുടെ അത്ര ദുർബലമായ ഒരു മന്ത്രിസഭ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ സ്ഥലം മാറ്റി ചിന്തിപ്പിക്കേണ്ടതുണ്ടായി. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് സർക്കാരിന് നല്ലത്. ഉപദേശിക്കാൻ നമുക്ക് കഴിയില്ല. അവർ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുന്നതാണ് കേരളത്തിൽ ഭാവി. സുസ്ഥിരമായ ഗവൺമെന്റാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ദുർബലമായ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടപ്പിലാക്കിയാലാണ് ഞങ്ങൾ 5 കൊല്ലം ഭരിക്കും എന്നിടക്കലെ UDF നേതാക്കന്മാർ പ്രവർത്തിക്കുകയാണ്. ഒരു ഗവൺമെന്റിന്റെ കാലാവധി 5 കൊല്ലമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി 5 കൊല്ലം ഭരിക്കുമെന്നിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിയമവിരുദ്ധമായ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്നൊരു പരിഗണന. അതുകൊണ്ട് ഈ ഗവൺമെന്റ് എടുക്കുന്ന നിയമവിരുദ്ധമായ ഉത്തരവുകൾ ആരും നടപ്പാക്കാൻ പാടില്ല. നിയമവിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കാനുള്ള ബാധ്യത ഉദ്യോഗസ്ഥന്മാർക്കുള്ളൂ. നിയമവിരുദ്ധമായി സർക്കാർ എടുക്കുന്ന ഒരു ഉത്തരവും നടപ്പാക്കാനുള്ള ബാധ്യത ഒരാൾക്കും ഇല്ല.